ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഫോമുല 1 ഏറ്റവും അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ഷനെ കുറിച്ചാണ്. F1 കാർസിൽ യൂസ് ചെയ്യുന്ന ടയേഴ്സ്. F1 കാറിൽ യൂസ് ചെയ്യുന്ന ടയേഴ്സ് നിർമ്മിക്കുന്നത് ഇറ്റാലിയൻ ടയർ നിർമ്മാതാക്കളായ പിറേലിയാണ്. 3 തരത്തിലുള്ള ടയേഴ്സാണ് പ്രധാനമായിട്ടും F1 യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തത് സ്ലിക്ക് ടയേഴ്സ്, രണ്ടാമത്തത് ഇൻ്റർമീഡിയറ്റ് ടയേഴ്സ്, മൂന്നാമത്തത് ഫുൾ വെറ്റ് ടയേഴ്സ്. സ്ലിക്ക് ടയേഴ്സും പിന്നെയും 3ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. സോഫ്റ്റ് ടയേഴ്സ്, മീഡിയം ടയേഴ്സ്, ഹാർഡ് ടയേഴ്സ്. സോഫ്റ്റ് ടയേഴ്സ് റെഡ് കളറിലും, മീഡിയം ടയേഴ്സ് യെല്ലോ കളറിലും, ഹാർഡ് ടയേഴ്സ് വൈറ്റ് കളറിലുമാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ടയറിൻ്റെ കളർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഏത് ടയേഴ്സാണ് അവർ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നതെന്ന്. ഇനി സോഫ്റ്റ് ടയേഴ്സിനെ കുറിച്ച് പറയാം. സ്ലിക്ക് ടയേഴ്സിൽ ഏറ്റവും കൂടുതൽ ഗ്രിപ്പ് നൽകുന്നത് ഈ ടയറാണ്. ഇത് തിരിച്ചറിയാനും വളരെ എളുപ്പമാണ്. ടയറിൻ്റെ സൈഡിലൊരു റെഡ് കളർ ലൈനോ റിങ്ങോ കാണാൻ പറ്റും. അത് കണ്ടാൽ ഇത് സോഫ്റ്റ് ടയറാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് കൂടുതലായിട്ട് ഗ്രിപ്പ് കൊടുക്കുന്നത് കൊണ്ട് കാറ് കോർണറിലൊക്കെ വളരെ എളുപ്പത്തിൽ തിരിയാനായിട്ട് സഹായിക്കുന്നതാണ്. അതും 150 km/h പോലുള്ള സ്പീഡിൽ പോലും കൺട്രോൾ നഷ്ടമാകാതെ ഈ ടേണൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള റബ്ബർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ വേഗത്തിൽ തേഞ്ഞു പോകും. സാധാരണയായിട്ട് ഒരു 10 അല്ലെങ്കിൽ 15 ലാപ്പ് വരെ ഇത് പെർഫോമൻസ് കൊടുക്കത്തുള്ളൂ. അതിനുശേഷം ഗ്രിപ്പ് നല്ലപോലെ കുറയാൻ തുടങ്ങും. കൂടാതെ കൂടുതൽ പുഷ് ചെയ്താൽ, അതായത് ഡ്രൈവർ കൂടുതലായിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ടയർ ചൂടാകാനും പെർഫോമൻസ് കുറയാനും ചാൻസ് ഉണ്ട്. ഒറ്റ ലൈനിൽ പറഞ്ഞാൽ സോഫ്റ്റ് ടയർ ഏറ്റവും കൂടുതൽ ഗ്രിപ്പ് നൽകും, പക്ഷെ കുറച്ച് ലൈഫ് ആയിരിക്കും, പക്ഷെ മാക്സിമം സ്പീഡും കൊടുക്കും. ഇനി രണ്ടാമത്തെ ആളാണ് മീഡിയം ടയേഴ്സ്. സ്ലിക്ക് ടയേഴ്സിൽ ഒരു ബാലൻസ്ഡ് ഓപ്ഷനാണ് ഈ ടയർ. ഇത് തിരിച്ചറിയാനും വളരെ എളുപ്പമാണ്. ടയറിൻ്റെ സൈഡിൽ ഒരു യെല്ലോ കളറോ ലൈനോ റിങ്ങോ കാണാൻ പറ്റും. അത് കണ്ടാൽ തന്നെ ഇത് മീഡിയം ടയറാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗ്രിപ്പ് സോഫ്റ്റിനേക്കാൾ വളരെ കുറവാണ്, പക്ഷെ അത്ര വലിയ വ്യത്യാസം തോന്നത്തില്ല. അതേസമയം ഇത് കൂടുതൽ സമയം വളരെ സ്റ്റഡി ആയിട്ട് പെർഫോം ചെയ്യും. അതിനാൽ വേഗവും ടയർ ലൈഫും തമ്മിൽ നല്ലൊരു ബാലൻസ് ഇതിൽ കിട്ടുന്നതാണ്. സാധാരണയായിട്ട് നമ്മുടെ സോഫ്റ്റ് ടയേഴ്സിനെ അപേക്ഷിച്ച് നോക്കാൻ നേരത്ത് 20 മുതൽ 30 ലാപ്പ് വരെ ഇത് പെർഫോമൻസ് കൊടുക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ സോഫ്റ്റ് ടയറിനെ പോലെ അത്ര ഗ്രിപ്പ് ഇല്ലാത്തതിനാൽ കോർണറിലൊന്നും നല്ല ഷാർപ്പായിട്ട് ഒരു ഫീൽ ഉണ്ടാവത്തില്ല. അതായത് സോഫ്റ്റ് ടയേഴ്സിൽ എടുക്കുന്ന അത്രയും സ്പീഡിൽ തന്നെ നമുക്ക് മീഡിയം ടയേഴ്സിൽ കോർണേഴ്സിൽ വണ്ടി ടേൺ ചെയ്യാൻ പറ്റത്തില്ല. കൂടാതെ മുഴുവൻ സ്പീഡ് എടുക്കാൻ നേരത്ത് സോഫ്റ്റ് ടയറിനെ പോലെ അത്ര ഫാസ്റ്റ് ലാപ്പ് ടൈമും ലഭിക്കണമെന്നില്ല. ഒറ്റ ലൈനിൽ പറഞ്ഞാൽ സോഫ്റ്റ് ടയേഴ്സ് നല്ല സ്പീഡ് തരും, നല്ല ഗ്രിപ്പുണ്ട്. മീഡിയം ടയേഴ്സ് ബാലൻസ്ഡ് ആണ്, ഗ്രിപ്പും കുറച്ച് കിട്ടും, ലൈഫും കുറച്ച് കിട്ടും. ഇനി അടുത്തത് വരുന്നത് ഹാർഡ് ടയേഴ്സാണ്. സ്ലിക്ക് ടയേഴ്സിൽ ഏറ്റവും കൂടുതൽ നീണ്ടു നിൽക്കുന്ന ടയറാണിത്. ഇത് തിരിച്ചറിയാനും വളരെ എളുപ്പമാണ്. ടയറിൻ്റെ സൈഡിൽ ഒരു വൈറ്റ് കളറോ ലൈനോ റിങ്ങോ ഒക്കെ കാണാൻ പറ്റും. അത് കണ്ടാൽ ഇത് ഹാർഡ് ടയറാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗ്രിപ്പ് സോഫ്റ്റ് ടയറിനേലും മീഡിയം ടയറിനേക്കാളിലും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കോർണറുകളിൽ അത്ര സ്റ്റെബിലിറ്റി കാറിന് കിട്ടണമെന്നില്ല. പക്ഷേ ഇത് വളരെ സ്ലോ ആയി മാത്രമേ തേഞ്ഞു പോകത്തുള്ളൂ. അതുകൊണ്ട് കൂടുതൽ ലാപ്പ് വരെ നല്ല പെർഫോമൻസിൽ സ്ഥിരമായി നിലനിൽക്കാനായിട്ട് കാറിന് പറ്റും. കൂടാതെ തന്നെ ടയർ ഡിഗ്രഡേഷൻ വളരെ കുറവായതുകൊണ്ട് പെർഫോമൻസ് പെട്ടെന്ന് താഴേക്ക് പോകത്തില്ല. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലാപ്പ് ടൈംസ് സാധാരണമായി സോഫ്റ്റ് മീഡിയം ടയറുകളെക്കാളും കുറച്ച് സ്ലോ ആയിരിക്കും. ഒറ്റ ലൈനിൽ പറഞ്ഞാൽ ഹാർഡ് ടയറിൽ കൂടുതൽ ലൈഫ് ഉണ്ടാവും, കുറവ് ഗ്രിപ്പാണ്. മീഡിയം ടയേഴ്സിൽ ലൈഫും ഗ്രിപ്പും മീഡിയം ബേസിസിലാണ്. ആൻഡ് സോഫ്റ്റ് ടയർ വന്നു കഴിഞ്ഞാൽ നല്ല ഗ്രിപ്പും കിട്ടും, പക്ഷെ ലൈഫ് വളരെ കുറവാണ്. F1 ഉപയോഗിക്കുന്ന പ്രധാന 3 ടയറുകളായ സ്ലിക്ക് ടയേഴ്സ്, ഇൻ്റർമീഡിയറ്റ് ടയേഴ്സ് ആൻഡ് ഫുൾ വെറ്റ് ടയേഴ്സിലെ സ്ലിക്ക് ടയേഴ്സ് നമ്മൾ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് ഇൻ്റർമീഡിയറ്റ് ടയേഴ്സ്. സ്ലിക്ക് ടയറും ഫുൾ വെറ്റ് ടയറും തമ്മിലുള്ള ഒരു ഇടക്കാല ഓപ്ഷൻ വേണം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ഇത് തിരിച്ചറിയാനും വളരെ എളുപ്പമാണ്. ടയറിൻ്റെ സൈഡിൽ ഒരു ഗ്രീൻ കളറായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ട് ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു റിംഗ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് എപ്പോഴെന്ന് വെച്ചാൽ ട്രാക്ക് പൂർണ്ണമായിട്ടും ഡ്രൈ അല്ല, പക്ഷെ മുഴുവൻ വെള്ളമില്ലാത്തൊരവസ്ഥ, അതായത് ഒരു ചെറിയ മഴ പെയ്തു എന്ന രീതിയിലൊക്കെ ആകുമ്പോഴത്തേക്കുമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇവയിൽ ഗ്രൂവ്സ് ഉണ്ടാകും, അത് വെള്ളം പുറത്തേക്ക് നീക്കാനായിട്ട് സഹായിക്കുമെങ്കിലും നല്ല ഫുൾ വെറ്റ് ടയറിനെ പോലെ അത്ര ഡീപ്പായിട്ടുള്ള ഗ്രൂവ്സ് ആയിരിക്കില്ല ഇതിൽ. അതുകൊണ്ട് തന്നെ സ്ലിക്ക് ടയറിനെക്കാട്ടിലും ഗ്രിപ്പ് കുറവായിരിക്കും ഈ ഗ്രൂവ്സ് ഉള്ളത് കൊണ്ട്. പക്ഷേ വെറ്റ് കണ്ടീഷനിൽ ഇത് കൂടുതൽ കൺട്രോൾ നൽകുന്നതായിരിക്കും. ഇതൊരു ബാലൻസ് പോലെയാണ്. അല്പം ഡ്രൈയും അല്പം വെറ്റുമായ ട്രാക്കിൽ കാർ സ്റ്റഡിയായി ഓടിക്കാൻ പറ്റും. ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ ട്രാക്ക് പൂർണ്ണമായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഈ ടയർ വേഗത്തിൽ തേഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ വളരെ ഹെവി ആയിട്ടുള്ള റെയിൻ ആയാലും ഇത് മാറ്റേണ്ടി വരും. ഇനി വരുന്നതാണ് ഫുൾ വെറ്റ് ടയേഴ്സ്. വളരെ ഹെവി റെയിൻ ഉള്ളപ്പോഴോ ട്രാക്ക് മുഴുവൻ നനഞ്ഞിരിക്കുമ്പോഴാണ് ഈ ടയർ ഉപയോഗിക്കുന്നത്. ഇത് തിരിച്ചറിയാൻ ഈസിയാണ്. ടയറിൻ്റെ സൈഡിൽ ഒരു ബ്ലൂ കളർ ലൈനോ റിങ്ങോ കാണാൻ പറ്റും. അത് കണ്ടാൽ തന്നെ ഇത് ഫുൾ വെറ്റ് ടയർ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം.
ഇവയുടെ ഡിസൈൻ തന്നെ കംപ്ലീറ്റ്ലി വേറെയാണ്. ഇതിൽ നല്ല ഡീപ്പായിട്ടുള്ള ഗ്രൂവ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് നല്ല വേഗത്തിൽ വെള്ളം പുറത്തേക്ക് നീക്കാനും സഹായിക്കും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ടയറിനും ട്രാക്കിനും ഇടയിലായിട്ട് വെള്ളം കിടക്കും. അപ്പോൾ അതൊരു ലെയറായിട്ട് ഫോം ചെയ്യും. ആ ഒരു ലെയർ കാരണം വണ്ടി വളരെ വേഗം സ്ലൈഡ് ചെയ്ത് ട്രാക്കിൽ നിന്ന് തെന്നി മാറാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിനെയാണ് അക്വാപ്ലേനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫുൾ വെറ്റ് ടയർ ഉപയോഗിച്ചാൽ ഒരു സെക്കൻഡിൽ തന്നെ വലിയ അളവിൽ വെള്ളം പുറത്തേക്ക് നീക്കാൻ കഴിയുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതായത് ഏകദേശം 85 ലിറ്റർ പെർ സെക്കൻഡ് എന്ന രീതിയിൽ വെള്ളം പുറത്തോട്ട് കളയാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹെവി റെയിൻ ആയാൽ കാർ കൂടുതൽ കൺട്രോൾ നിർത്താനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ എല്ലാ ടയർ കൂട്ട് തന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസിനൊപ്പം കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ട്രാക്ക് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഈ ടയർ വളരെ വേഗത്തിൽ തേഞ്ഞു പോകും. കൂടാതെ വെള്ളമില്ലാത്ത ട്രാക്കിൽ ഗ്രിപ്പ് ശരിയായിട്ട് ലഭിക്കത്തുമില്ല. ഞാൻ ആദ്യം പറഞ്ഞ കൂട്ട് തന്നെ ഗ്രൂവ്സ് ഇല്ലാത്ത സോഫ്റ്റ് ടയേഴ്സിനാണ് ഏറ്റവും കൂടുതലും ഗ്രിപ്പ്. സോ ഗ്രൂവ്സ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഗ്രിപ്പ് കുറയും. അതുകൊണ്ടാണ് കാർ സ്റ്റേബിളായിട്ട് ഫീൽ ചെയ്യാത്തത് ഡ്രൈ കണ്ടീഷൻസിൽ ഈ ടയർ ഉപയോഗിക്കുമ്പോൾ. അതുപോലെ തന്നെ സ്പീഡും കുറയാം. കാരണം ഈ ടയർ കംപ്ലീറ്റ്ലി വെറ്റിൽ കൺട്രോളിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. സോ ഒറ്റ ലൈനിൽ പറഞ്ഞാൽ ഫുൾ വെറ്റ് ടയർ യൂസ് ചെയ്യുന്നത് ഹെവി റെയിനിൽ ഏറ്റവും സുരക്ഷിതമായിട്ടും കൺട്രോളായിട്ടും വണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ്. സോ F1 ഉപയോഗിക്കുന്ന സ്ലിക്ക് ടയേഴ്സിലുള്ള ഹാർഡ്, മീഡിയം, സോഫ്റ്റ്, അതിൻ്റെ ഒപ്പം തന്നെ ഇൻ്റർമീഡിയേറ്റ് ആൻഡ് ഫുൾ വെറ്റ് ടയേഴ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി മുൻപിലോട്ടുള്ള റേസുകൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഹൈലൈറ്റ്സ് എങ്കിലും കാണുമ്പോൾ അതിൽ നിങ്ങൾക്ക് ടയറിലുള്ള കളേഴ്സ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും ഏത് തരത്തിലുള്ള ടയറാണ്, ഏത് ഡ്രൈവേഴ്സാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അതിനനുസരിച്ച് അവർ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നതും അവരുടെ ടാക്ടിക്സും എല്ലാം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഹൈലൈറ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന കുട്ടി ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോയാണ്. തീർച്ചയായിട്ടും ഇതിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാകും. അതെല്ലാം നിങ്ങൾ ദയവ് ചെയ്ത് എനിക്കായിട്ട് ഹൈലൈറ്റ് ചെയ്ത് താഴെ കമൻ്റായിട്ട് തരേണ്ടതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്.